ഈ ഒരു പരിപാടി കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നുന്നത്? ഒരു സന്തോഷം തോന്നുന്നില്ലേ? നിബിദിനത്തിന് വേണ്ടിയുള്ള മദ്രസയിലെ കുട്ടികളുടെയും യുവാക്കളുടെയും ഒരുക്കങ്ങളാണ്. എന്നാൽ സന്തോഷിക്കാൻ വരട്ടെ, സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ പ്രചരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഇത് മുസ്ലിം തീവ്രവാദികൾ എന്തോ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണെന്നുള്ളതാണ്. എന്തൊക്കെ രീതിയിലുള്ള പച്ചക്കള്ളങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ. ഇതിപ്പോൾ നിബിദിനത്തിന് വേണ്ടിയുള്ള കുട്ടികളുടെ സ്കൗട്ടിന്റെ ഒരുക്കങ്ങൾ. ഒരു അല്പം പോലും മുസ്ലിം സമൂഹത്തെക്കുറിച്ച് അറിയുന്ന ഒരാൾക്ക് തിരിയും ഇതിപ്പോൾ നിബിദിനം വരാൻ പോവുകയാണ്, അതിന് വേണ്ടിയുള്ള റിഹേഴ്സലാണ്. സോഷ്യൽ മീഡിയ പേജിൽ ഈ വീഡിയോ കൊടുത്തിട്ട് അതൊരു ക്യാപ്ഷൻ ഉണ്ട്. അതായത് മുസ്ലിം ഭൂരിപക്ഷ ഇടങ്ങളിലൊക്കെ ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങൾ പല ഭീകരവാദ പരിശീലനങ്ങളും നൽകി വരുന്നുണ്ട്. അത്തരത്തിൽ ഇരുട്ടിന്റെ മറവിൽ നൽകുന്ന ഒരു ഭീകര പരിശീലനമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന്റെ തെളിവാണ്, അതായത് PFIനെ പോലും നിരോധിച്ചതിന് ശേഷവും തീവ്രവാദ പ്രവർത്തനം നമ്മുടെ നാട്ടിലുണ്ട് എന്നതിന്റെ തെളിവാണത്രേ ഈ ഒരു വീഡിയോ. ഇതിനെ കേരള സർക്കാർ നിയമപാലകരും നിസ്സാരമായി കണ്ടാൽ ഭാവിയിൽ വലിയ അപകടങ്ങളുണ്ട്. പിന്നെ മദ്രസകളുടെ മറവിലും അംഗീകൃതവും അനംഗീകൃതവുമായ ആരാധനാലയങ്ങളുടെ മറവിലും, അതേതാണ് ഈ അനംഗീകൃത ആരാധനാലയങ്ങൾ? എനിക്ക് മനസ്സിലായില്ല. ഇരുട്ടിന്റെ മറവിൽ ഒത്തുകൂടി തീവ്രവാദ പരിശീലനം നടത്തുകയാണ്. ഇവരുടെ ശീലമാണ് അവർ വിചാരിക്കുന്നത്. അവരെല്ലാവരും അങ്ങനെയാണ്. ഓരോ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് അവരിങ്ങനെ വല്ല ആയുധ പരിശീലനങ്ങൾ നടത്തുന്നവരുണ്ടാവും. ഒരു പള്ളിയുടെ കീഴിലും ഒരു മദ്രസയുടെ കീഴിലും ഇങ്ങനെയില്ല. നിബിദിനാവുന്ന സമയത്ത്, റബീഉൽ അവ്വൽ ആവുന്ന സമയത്ത് മദ്രസകളുടെ കീഴിൽ കുട്ടികളുടെ 1 ദഫ്മുട്ട് പരിശീലനങ്ങൾ ഉണ്ടാവാം, 2 സ്കൗട്ട് പരിശീലനങ്ങൾ ഉണ്ടാവും. ഇതല്ലാതെ മറ്റെന്താണുള്ളത്? അതവർക്ക് നല്ല വേഷങ്ങൾ, ഓരോ നാടിനും അതിനൊരു ഏകീകൃത വേഷങ്ങളൊന്നുമില്ല. സ്കൗട്ടിന് പറ്റുന്ന വേഷങ്ങൾ പല നാട്ടിലും പല രീതിയിൽ എടുക്കലുണ്ട്. ഇതുപോലും ഇവരുടെ ഉള്ളിൽ തോന്നുന്നത് ഇതൊരു മറ്റൊരു മതത്തിനെതിരെ നടക്കുന്നതാണ്. പിന്നെ നോക്കൂ, ഈ മതപ്രഭാഷണത്തിന്റെ മറ പിടിച്ച് രാത്രി കാലങ്ങളിൽ അവർ ഒത്തുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കുന്നത് അനിവാര്യം. മതപ്രഭാഷണത്തിന്റെ മറവിൽ കുറെ മതപ്രഭാഷണങ്ങൾ കേൾക്കും, പിന്നെ കുറച്ച് ബുൾസൈ ഓംലേറ്റ് ഒക്കെ അടിച്ച് കഴിക്കും. അല്ലാതെന്താണ്? ഇവരുടെ ഉള്ളിലുള്ള മുസ്ലിം മതവിദ്വേഷമാണ് ഈ ഒരു വീഡിയോ കാണിച്ച് ഇവർ പ്രചരിപ്പിക്കുന്നത്. എന്തുമാത്രം വാസ്തവ വിരുദ്ധമാണ് ഈ കാര്യം എന്നറിയോ? സംഗതി എല്ലാവർക്കും മനസ്സിലാവും. അത് റബീഉൽ അവ്വലിന് വേണ്ടിയുള്ള കുട്ടികളുടെ നിബിദിനത്തിന്റെ മുന്നൊരുക്കങ്ങളാണ്. ഇതറിഞ്ഞിട്ട് പോലും ഇതിനെ ഒരു മതതീവ്രവാദത്തിന്റെ അല്ലെങ്കിൽ ഒരു ഭീകരവാദത്തിന്റെ അടിസ്ഥാനമായിട്ട് കാണാന്ന് പറഞ്ഞിട്ട് ഇത് പ്രചരിപ്പിക്കുക, ഇത് ഏറ്റുപിടിക്കാൻ കുറെ പേര് ഇതിൽ സത്യം ഉണ്ടെന്ന് വിചാരിക്കും. എപ്പോഴും മുസ്ലിങ്ങൾ ഇങ്ങനത്തെ അതിൽ കമന്റുകൾ വായിച്ച് നമുക്ക് മനസ്സിലാവും ഇതൊരു നിബിദിന പരിപാടിയാണ് എന്നവരെ ബോധ്യപ്പെടുത്തിയിട്ട് പോലും അവർക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതൊരു ബോധപൂർവ്വമുള്ള ഒരു ശ്രമം. എന്തിനാണെന്നറിയോ? ഒരു പുകമറ സൃഷ്ടിക്കുക, നിബിദിനത്തിന്റെ മറവിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കുക. അപ്പം അതിനെതിരെ സംസാരിക്കേണ്ടത് നമ്മുടെ കൂടി ബാധ്യതയാണ്.